ജാസൺ. ഓക്കെ, അപ്പോ അതാണ് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പറയാൻ തന്നെ നല്ല ധൈര്യം വേണം. അതിന്റെ പിന്നിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ സഹിക്കാൻ ബാധ്യസ്ഥരാണ്. അതൊക്കെ ക്ഷമിക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. കുറേ ഭീഷണികൾ ഉണ്ടാകും, തെറിവിളികൾ ഉണ്ടാകും, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും, കുറ്റപ്പെടുത്താൻ ശ്രമിക്കും, ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു മാനസികമായി അധൈര്യപ്പെടുത്താൻ ശ്രമിക്കും. കാരണം ഇതൊന്നും ഒരിക്കലും പുറം ലോകം അറിയരുത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം പ്രവാചകന്റെ മക്കൾക്കും, പ്രവാചകന് ചെറുകുട്ടികൾ ഉണ്ടായിരുന്നോ? പ്രവാചകൻ ആൺമക്കൾ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് പ്രവാചകന്റെ പരമ്പരയല്ലാത്ത ആളുകൾ തങ്ങന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠനാർഹമായി കിടക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പലപ്പോഴും ചില കാര്യങ്ങൾ കണ്ടതായിട്ട് പോലും നടിക്കാത്തത്. ഒന്നാമത് സമയക്കുറവുണ്ട്, അതുകൊണ്ട് പിന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും. നമ്മൾ മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നത് മുമ്പ് ചില കഥാപ്രസംഗങ്ങളിലൂടെയും മാപ്പിളപ്പാട്ടുകളിലൂടെയുമായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് അപ്പോഴാണ് നമ്മൾ യൂസഫ് നബിയെ കുറിച്ച് മനസ്സിലാക്കുന്നത്, യൂസഫ് നബിയുടെ പിതാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അവരുടെ സഹോദരന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നത്, യാക്കൂബ് നബിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് യൂസഫ് ജയിലിലായത്, യൂസഫ് അതീവ സുന്ദരനായിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു, യൂസഫ് നബിയെ എങ്ങനെയാണ് സുലൈഖ പെടുത്താൻ ശ്രമിച്ചത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസഫ് വരവായി എന്നുള്ള പാട്ടിലൂടെ. അതുപോലെ ആ കാലത്ത് ഏറ്റവും കൂടുതൽ കഥകളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും മാപ്പിളപ്പാട്ടുകളിലൂടെയും ഒപ്പനപ്പാട്ടുകളിലൂടെയും ഒക്കെയാണ് ആളുകൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നത്. ബനു ഉമയ്യമാർ എന്നുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബനു ഉമയ്യ, ഉമയ്യയുടെ പിൻഗാമികളാകുന്ന ഉമയ്യയുടെ കുടുംബത്തിലുള്ള ആളുകൾ എന്നൊക്കെ മക്കത്തായവും മരുമക്കത്തായവും ഒക്കെ തന്നെയാണല്ലോ. അതായത് 4 ഖലീഫമാർ, പ്രവാചകന് ശേഷം ഉണ്ടായിരുന്ന 4 ഖലീഫമാരായിരുന്നു ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഈ അലിയാണ് പ്രവാചകന്റെ മരുമകൻ, മകളായ ഫാത്തിമയെ വിവാഹം കഴിച്ച ആള്. പ്രവാചകന്റെ മറ്റു മക്കൾക്കൊന്നും കുട്ടികളുള്ളതായിട്ടോ ഇണകളുള്ളതായിട്ടോ അവരുടെ വിവാഹത്തെ സംബന്ധിച്ചൊക്കെ അധികം ചരിത്രങ്ങളിൽ നിന്നൊന്നും നമുക്ക് കിട്ടത്തില്ല. അവരൊക്കെ വളരെ ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് പൊതുവെ നമുക്ക് ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ 4 ഖലീഫമാർ, അവർക്ക് ശേഷം ഇസ്ലാമിക ഭരണം കയ്യിൽ വന്നത് ഉമയ്യ കുടുംബത്തിന്റെ കയ്യിലാണ്. ഈ ഉമയ്യ കുടുംബം AD 661 മുതൽ 750 വരെ ഏതാണ്ട് 9 വർഷക്കാലം, 150 വർഷക്കാലം അവരുടെ കയ്യിലായിരുന്നു. AD 660 മുതൽ 140 സംതിങ് വർഷക്കാലം. ഓക്കെ, അങ്ങനെ 661 മുതൽ 750 വരെയുള്ള കാലഘട്ടത്തിന് അമവിയ ഭരണകാലം എന്നാണ് പറയുന്നത്. അമവി ഭരണകാലം. ഉമയ്യ അദ്ദേഹമായിരുന്നു ഭരണം. ആ സാഹചര്യം വളരെ കലുഷിതമായ സാഹചര്യമായിരുന്നു. മതപരമായും രാഷ്ട്രീയമായും മനുഷ്യൻ വല്ലാതെ ബുദ്ധിമുട്ടിയ, അനിശ്ചിതത്വത്തിലേക്ക് പോയ ഒരു കാലഘട്ടം. പ്രവാചകൻ ഏത് കാര്യമാണോ വേണ്ട എന്ന് പറഞ്ഞത്, പ്രവാചകൻ നിർത്തലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പിന്നീട് നടപ്പിൽ വരുത്തുകയായിരുന്നു ഈ അമവി ഭരണകർത്താക്കൾ ചെയ്തിരുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വല്ലാത്ത വീർപ്പുമുട്ടലുണ്ടായി ഈ ഭരണത്തിൽ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുറിവുകൾ ഏൽപ്പിച്ച, ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, എന്നാൽ വിശ്വാസികളുടെ മനസ്സുകളിൽ ഒരിക്കലും ഉറങ്ങാത്ത, അണയാത്ത ഒരു കനലായിരുന്നു കർബല. ആ കർബല ഉൾപ്പെടെ ഷിയ വിഭാഗവും
ഖവാരിജ് വിഭാഗവും, രണ്ട് വിഭാഗം. അതായത് അലിയുടെ കുറച്ച് അനുയായികൾ, ഒരു കുറച്ച് തീവ്ര സ്വഭാവമുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. കട്ടാൽ കട്ടവന്റെ കൈ കാട്ടിയണം. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയാൽ കല്ലെറിഞ്ഞ് കണ്ണു പൊട്ടിച്ചേക്കണം. അങ്ങനെ കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്, ഈ ഒരു ശിക്ഷാരീതി. മോഷ്ടിച്ചോ കൈയെടുത്തേക്ക്. അപ്പൊ അലി അങ്ങനെ ആയിരുന്നില്ല. അലി അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കണം എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ ഉസ്മാന്റെ ഭരണകാലം, മൂന്നാം ഖലീഫയായ ഉസ്മാന്റെ ഭരണകാലത്ത് ഉസ്മാന്റെ മരുമകനാണ് അബൂ സുഫിയാന്റെ മകനായ മുആവിയ. ഈ മുആവിയയുടെ ഭരണം വല്ലാതെ രൂക്ഷമായിരുന്നു. ആ സമയത്ത് മുആവിയയോട്, ഉസ്മാനോട് യുദ്ധം ചെയ്യാൻ അലിയുടെ ഇത്തരം തീവ്ര വിശ്വാസക്കാരായിട്ടുള്ള ആളുകൾ അലിയോട് പറയുവാണ്. കാരണം മൂന്നാം ഖലീഫയായ ഉസ്മാനാണ് അറേബ്യ ഭരിക്കുന്നതെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും നടപ്പിൽ വരുത്തുന്നതുമൊക്കെ മുആവിയയുടെ മകളുടെ ഭർത്താവായ മുഹമ്മദ് നബി, ഉസ്മാന്റെ മകളുടെ ഭർത്താവായ മുആവിയയാണ്. മരുമകൻ, അമ്മായിയപ്പൻ ഭരിക്കുന്നു, ഉസ്മാൻ മരുമകൻ രാജ്യം ഭരിക്കുന്നു. അപ്പൊ അലി പറഞ്ഞു, അയ്യോ നബിയെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് ഇയാള്, ഉസ്മാൻ. അപ്പൊ തന്നെയുമല്ല അയാൾ 72 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. അയാൾ അൽഷിമേഴ്സ് എന്ന മറവി രോഗം കൂടി ബാധിച്ച ഒരാളാണ്. അയാൾക്കെതിരെ ഞാൻ എങ്ങനെയാണ് ആയുധമെടുക്കുക? നബി വിശന്നിരുന്ന സമയത്ത് നബിക്ക് ഭക്ഷണം നൽകുകയും നബിക്ക് സംരക്ഷണം ആവശ്യമുള്ള സമയത്ത് അത് നൽകുകയും നബിക്ക് പിന്തുണ ആവശ്യമായി വന്നപ്പോൾ അത് നൽകുകയും ചെയ്ത ഈ മനുഷ്യനോട് ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അലിയുടെ കുറച്ച് അനുയായികൾ അലിയിൽ നിന്നും പിണങ്ങി മാറിയിറങ്ങിപ്പോയി. അവരാണ് ഉസ്മാനെ പെരടിക്ക് വെട്ടിക്കൊള്ളുന്നത്. 3 ദിവസത്തോളം ഒരു വീട്ടിനകത്ത് കെട്ടിപ്പൊതിഞ്ഞു വെച്ച് ബന്ധിയാക്കി അങ്ങനെ പെരടിക്ക് വെട്ടിക്കൊല്ലുമായിരുന്നു. അവരെയാണ്, അതായത് അലിയിൽ നിന്നും തീവ്ര മതവിഭാഗക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഉസ്മാന്റെ ഭരണത്തിൽ പൊറുതിമുട്ടി ഉസ്മാനോട് യുദ്ധം ചെയ്യണം എന്ന് അലിയോട് പറഞ്ഞിട്ട് അലി കേൾക്കാതെ വന്നപ്പോൾ അലിയിൽ നിന്നും വിട്ടുമാറിപ്പോയ ആളുകളാണ് ഖവാരിജുകൾ. ഷിയ വിഭാഗം അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അവർക്ക് ആയിഷയെ ഇഷ്ടമല്ല, മുഹമ്മദിനെ ഇഷ്ടമല്ല. അവർക്ക് അലിയാണ് ഏറ്റവും പ്രധാനം. അലിയോടായിരുന്നു അവർക്ക് താല്പര്യം, അലിയുടെ രീതികളോട്. അങ്ങനെ മുഹമ്മദ് അണ്ണന്റെയും ആയിഷയുടെയും ഇത്തരം പെൺവിഷയങ്ങളും ഇത്തരം അമിതമായിട്ടുള്ള ലൈംഗിക പ്രയോഗങ്ങളും യുദ്ധവും കെടുതികളും അതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഷിയ ഖവാരിജ് ഇവര് രണ്ടുപേരും തമ്മിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടായി. അതായത് ഷിയ വിഭാഗം അലിയുടെ പക്ഷപാതക്കാർ. ഓക്കെ, മറ്റവരാണെങ്കിൽ അലിയുടെ ചിന്താഗതിയിൽ നിന്നും വിഭിന്നമായി രൂക്ഷമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആശയം സ്വീകരിക്കുന്ന ആളുകൾ, അതാണ് ഖവാരിജുകൾ. ഈ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ യുദ്ധം. സ്പെയിൻ, ഇന്ത്യ, നോർത്ത് ആഫ്രിക്ക, ട്രാൻസോസ്കിയാന തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള ഇസ്ലാമിന്റെ കടന്നുവരവുകളുടെ ചരിത്രമാണ് ഈ അമവിയ ഭരണകാലം എന്നറിയപ്പെടുന്നത്. അതുവരെ ഇസ്ലാം അവിടെ കേട്ടുകേൾവി പോലുമില്ല. ഈ അമവിയാക്കളുടെ ഭരണകാലത്താണ് ലോകവ്യാപകമായി ഇത് സ്പ്രെഡ് ആകുന്നത്. മൗലാന മുഹമ്മദ് അസ്ലം സാഹിബിന്റെ താരിഖെ ഉമ്മ എന്ന് പറയുന്ന, അതായത് സമുദായത്തിന്റെ ചരിത്രം എന്നാണ് ഉമ്മ, ഒരു വിഖ്യാതമായിട്ടുള്ളൊരു ഗ്രന്ഥമാണത്. അതിൻ്റെ 3ാം വാല്യത്തിന്റെ പരിഭാഷയിൽ, ഉറുദുവിലൊക്കെ ഒരു പുസ്തകങ്ങൾ എഴുതുന്ന ആളുകളാണ്. ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായ രൂപത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, എഴുതിയത് 1961 പിന്നീടാണ് അതിന് വിലക്കുകളൊക്കെ ഏർപ്പാട് ചെയ്തത്. അന്ന് അതിന് 390 രൂപയൊക്കെ മാത്രമേ വില ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ വാങ്ങിയത് കൊണ്ടാണ് ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇന്നൊന്നും ആ പുസ്തകമൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥ രൂപത്തിൽ കർബലയുടെ ചരിത്രം എന്താണെന്നും പ്രവാചകന്റെ ചരിത്രം എന്താണെന്നും പ്രവാചകന്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ ചെറുകുട്ടികൾക്കുമൊക്കെ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നൊന്നും പലർക്കും അറിയില്ല. അതായത് ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്നത്തെ ചരിത്രങ്ങൾ പറയുന്ന
രാജ്യ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന വ്യാജേന ചില ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മളിത് ഈ കർബലയുടെ സത്യമൊക്കെ പറയുമ്പോഴേ കുന്തമുനയിൽ ചിലപ്പോൾ തല നിന്ന് പെട്ടയ്ക്കും. കാരണം അങ്ങനെ ഒരു ചരിത്രമാണ് പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്റെ കുടുംബത്തിനുണ്ടായത്. വാപ്പ വിതച്ചു, മക്കൾ കൊയ്തു, അത്രേ ഉള്ളൂ. ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് എന്ന് പറയുന്ന ആളുകൾ കൽബുർഗിയെ ഊർക്കും, ചേകനൂർ മൗലവിയെ മറക്കും. കാരണം അവർക്ക് മറന്നേ പറ്റൂ. തസ്ലീമയെ കുറിച്ചിട്ട് അവർ പറയുകയില്ല. പെരുമാൾ മുരുകനെ കുറിച്ച് വാതോരാതെ ഇവർ സംസാരിക്കും. ജോസഫ് മാഷിന്റെ വിഷയം മിണ്ടത്തില്ല. അങ്ങനെ തൊണ്ടയടച്ചു പോകുന്ന, അണ്ണാക്കിൽ പിരിവെട്ടിയ നവോത്ഥാന ചിന്തകരെ നമ്മൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ്ട. കാരണം അവർ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കില്ല. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരം ചരിത്രങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ രൂപത്തിൽ വിലക്കുകളുണ്ട്. പ്രവാചകന്റെ മക്കൾക്ക്, പ്രവാചകന്റെ മക്കൾ, പ്രവാചകന്റെ സ്ത്രീ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? രംഗീല റസൂൽ, കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞിരുന്നു, വിശദമായിട്ട് പറയാം. ഞാനൊരു എപ്പിസോഡ് മാത്രമേ രംഗീല റസൂലിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നുള്ളൂ. അത് ചെയ്യണം ബാക്കി കൂടി. വേറെ ചരിത്രമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ രംഗീല റസൂലിന്റെ ബാക്കി പാർട്ട് ചെയ്തിട്ട് ഞാൻ കർബല ചെയ്യുമായിരുന്നുള്ളൂ. ഇരിക്കട്ടെ, കർബലയും ഒരു 3-4 എപ്പിസോഡ് ചെയ്യാനുണ്ടാകും തോന്നുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ നവോത്ഥാനം ഒരു പ്രത്യേക നവോത്ഥാനമായതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ജീവിതം, മുസ്ലിം സമുദായം, ഖുർആൻ, ഇസ്ലാം, ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ, ഇമാം ബുഖാരി ഹദീസ്, ഇതുപോലെയുള്ള വസ്തുതകൾക്കൊക്കെ വലിയ രൂപത്തിൽ വിലക്കുകളുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങളുടെ ആധികാരിക പണ്ഡിത സഭകൾക്ക് നമുക്കെതിരെ വിലക്കുകൾ ഏർപ്പാട് ചെയ്യാൻ പറ്റും. നേരത്തെ ഇവർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ കർബല കഥാപ്രസംഗങ്ങളിലൂടെയാണ് നമ്മൾ നബിയുടെ ചെറുകുട്ടികളുടെ ഒക്കെ തലയെടുത്ത് കുന്തത്തിൽ കോർത്തും ഘോഷയാത്ര നടത്തിയോ? നമ്മൾ അത്തരം മതപ്രഭാഷണ സദസ്സുകളിലൊക്കെ കൂടിയാണ് നമ്മൾ ഇതൊക്കെ, ഞാൻ അങ്ങനെയൊക്കെ കേട്ടിരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ മാത്രമേ ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പാട്ടുകൾ മലയാളത്തിലുണ്ടായിരുന്നു, അറബിയിലും ഉണ്ടായിരുന്നു. അന്ന് അച്ചടിക്കപ്പെട്ട ചില പാട്ടുകളുണ്ട്, കേട്ടിട്ടില്ലേ നിങ്ങൾ? മുഹിദിമാല, ബദർമാല, മങ്കൂസ് മൗലൂദ്, പക്ഷിപ്പാട്ട്, കർബല, ബദർ പടപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട്, അതുപോലെ പിന്നെ ഭീമാപള്ളി ചരിത്രം, മമ്പുറം ചരിത്രം, ഇതൊക്കെ അന്ന് വിപുലമായ രൂപത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കർബലയെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണ് ഹുസനുൽ ജമാലിനെ കുറിച്ചിട്ടും ബദറുൽ മുനീറിനെ കുറിച്ചിട്ടും ഇങ്ങനെ എല്ലാം അന്ന് ആ രൂപത്തിലൂടെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ തിരഞ്ഞു നോക്കിയാൽ കിട്ടത്തില്ല കേട്ടോ, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലപ്പോ ഏതെങ്കിലും ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ഇത്തരം പാട്ടുകൾ, പക്ഷിപ്പാട്ട് എന്നൊക്കെയുള്ള രൂപത്തിൽ കർബലയെ കുറിച്ചിട്ട് കിട്ടിയാലായി കേട്ടോ. കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഏത് ബുക്ക് സ്റ്റാളിൽ പോയാലും അവർ പറയുമ്പോൾ മോളെ ഈ പുസ്തകങ്ങളൊക്കെ നിരോധിച്ചു പോയി, ഈ പുസ്തകങ്ങളൊന്നും ഇപ്പൊ വിൽക്കാൻ പാടില്ല. 1960-61 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഒരു പക്ഷേ ഇതുപോലെയുള്ള കഥാപ്രസംഗങ്ങളും ഇതുപോലെയുള്ള വിവർത്തനങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് കർബലയ്ക്ക് വിലക്ക് വീണത്. ഇനിയും അത് പാടില്ല എന്ന രൂപത്തിൽ സമസ്തയൊക്കെയാണ് ആ വിലക്കുകൾക്ക് ഏറ്റവും മുന്നിൽ നിന്നത്. കാരണം ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾ അറിയുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. പാടില്ല എന്ന് പറഞ്ഞു. ബദർ യുദ്ധം, ഉഹുദ് യുദ്ധം, കന്തക് യുദ്ധം, മലപ്പുറം പട, അതുപോലെ മലബാർ ലഹള, ഇങ്ങനെ ഒരുപാട് വസ്തുതകളുണ്ട് ഇവിടെ. അപ്പോ മുസ്ലിങ്ങളും തമ്മിലുണ്ടായിരുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ പറയാൻ പാടില്ല. കർബലയിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. ബദറിലും ഉഹുദിലുമൊക്കെ നബിയുടെ മുമ്പിൽ നിന്ന് നബിയെ സംരക്ഷിച്ചിരുന്ന ആളുകളായിരുന്നു പിന്നീട് നബിയുടെ മക്കളുടെ തലയെടുക്കാൻ മുമ്പിൽ നിന്നത്. നബിയുടെ ചെറുകുട്ടികളുടെ തലയെടുക്കണം എന്ന് മത്സരിച്ചത്. അന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാകാത്തത് കൊണ്ടാണ് അത്തരം വെല്ലുവിളികളൊന്നും പുറം ലോകം കാണാതിരുന്നത്. പടച്ചോന്റെ ഗ്രന്ഥത്തില് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞ വസ്തുതകളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് 4000 ആളുകളും കുതിരകളും ആയുധശേഖരവുമുള്ള വലിയ ഒരു വിഭാഗം സൈന്യം. അതിന് മേൽനോട്ടത്തിന് സൈന്യാധിപനുണ്ടായിരുന്നു.
ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഗവർണർ ഉണ്ടായിരുന്നു മുമ്പിൽ നിന്ന് നയിക്കാൻ. മറുപക്ഷത്ത് വെറും 72 പേര്, ഒരു കൂട്ടുകുടുംബം മാത്രം എതിർഭാഗത്ത്. ഇതൊരു യുദ്ധമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പിന്നീട് ആ 72 പേരുണ്ടാകുന്ന ഒരു കൂട്ടുകുടുംബവും അവരുടെ സഹായികള്, അനുഭാവികൾ എല്ലാം കൂടെ കൂട്ടിയാലും ആകെ 200-നകത്ത് ആളുകൾ മാത്രം. ഓക്കെ, അതിനകത്ത് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, രോഗികളുണ്ട്, വൃദ്ധരുണ്ട്. ആ കുടുംബത്തെ പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ സമ്മതിക്കുന്നില്ല, തണലുള്ളിടത്തേക്ക് മാറി നിൽക്കാൻ സമ്മതിക്കുന്നില്ല. 3 ദിവസം വരെ ഇവർക്ക് ഭക്ഷണവും കൊടുക്കുന്നില്ല, വെള്ളവും കൊടുക്കുന്നില്ല, സംരക്ഷണവും കൊടുക്കുന്നില്ല, സമാധാനവും കൊടുക്കുന്നില്ല. മരുഭൂമിയിൽ അവരെ വളയുന്നു. രാജാവിന്റെ കൽപ്പന അംഗീകരിക്കാൻ നിർബന്ധിതരായി പിന്നീട് അവര്. അവസാനം കുടുംബത്തിലെ ആണുങ്ങളിൽ രോഗികളായ ആളുകളെ മാറ്റി നിർത്തി മറ്റവരെ എല്ലാം പീസാക്കി. തലയും ഉടലും തമ്മിൽ വേർപെട്ടു. പിന്നീട് ആ ശരീരങ്ങളെ കുതിരകളെ കൊണ്ട് ചവിട്ടി മെതിപ്പിച്ചു. ഇതൊക്കെയാണ് ചരിത്രം കേട്ടോ. പെൺകുട്ടികൾ പുതച്ച വസ്ത്രങ്ങൾ വരെ വലിച്ച് പൊട്ടിച്ച് പിച്ചി കീറി. പിന്നീട് ആ വേർപെടുത്തിയ തലകൾ കുന്തത്തിൽ പൊക്കിപ്പിടിച്ചു. വാര്യം കുന്നൻ, ചീക്കുട്ടി. അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടിമകളെ പോലെ ചങ്ങലയിൽ തളച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് ആരുടെ കുടുംബമായിരുന്നു എന്നറിയാമോ? മുഹമ്മദ് നബിയുടെ കുടുംബമായിരുന്നു. ആ കൊണ്ടുപോയ ആളുകളൊക്കെ മുഹമ്മദ് നബിയുടെ കുടുംബക്കാരായിരുന്നു. അതിനകത്ത് മുഹമ്മദ് നബിയുടെ കരളിന്റെ കഷ്ണമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫാത്തിമയുടെ മക്കളായ ഹസനും ഹുസൈനും ഉണ്ടായിരുന്നു. ആ എടുത്ത തലയിൽ, കുന്തത്തിന്റെ മുനയിലിരുന്ന ഒരു തല പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ പൊന്നോമന പുത്രനായ ഹുസൈനായിരുന്നു. ആ കുടുംബത്തിന്റെ നായകൻ തന്നെ ഹുസൈനായിരുന്നു. നബി മരിച്ചിട്ട് ഏതാണ്ട് 59 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ചരിത്രം. അങ്ങനെ നബി കുടുംബത്തോട് ഈ അമവി രാജാവായ അബൂ സുഫിയാൻ, മുആവിയയുടെ മകൻ യസീദ്, ഈ യസീദും ടീമും, യസീദാണെന്ന് രാജാവ്, കുടുംബത്തായമാണല്ലോ, മക്കത്തായം. പക്ഷേ ആ കണ്ട ചരിത്രത്തിന് തുല്യമായിട്ടൊരു ചരിത്രം പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് മുസ്ലിങ്ങൾ ചോദിക്കാറുണ്ട്. ഉണ്ട്. നിങ്ങൾ ഖൈബർ എന്ന് കേട്ടിട്ടുണ്ടോ? ഖൈബർ എന്ന് കേൾക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരാ? സൊഫിയയാണ്. ആ ഖൈബറിലേക്ക് കയറി നബിയും ടീമും ചെയ്തത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഈ സൊഫിയയെ അന്ന് കിനാന എന്ന് പറഞ്ഞ യുവാവ് വിവാഹം കഴിച്ചിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. അവര് വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വരികയായിരുന്നു. മക്കളില്ല, കുറച്ച് കാലമായിട്ടുള്ളൂ. ഇവരാണെങ്കിൽ രാജകീയമായ ജീവിതം. ഈ സഫിയയുടെ ഭർത്താവായ കിനാന ഒരു ഗോത്രത്തിന്റെ സമ്പത്ത് സൂക്ഷിപ്പുകാരനാണ്, ഖജാൻജി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ സഫിയയുടെ വാപ്പയാണെങ്കിൽ ഒരു ഗോത്ര തലവൻ. അപ്പൊ സമ്പത്തുണ്ട്. ഈ സമ്പത്ത് കണ്ടിട്ട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് നബിയും പരിവാരങ്ങളും വരുന്നത്. വിഷയത്തിലേക്ക് വരാം. ഈ കിനാന എന്ന് പറയുന്ന സഫിയയുടെ ഭർത്താവിനെ ഒരു മരക്കൊമ്പിൽ തലകുത്തനെ കെട്ടിയിട്ടേക്കാം. ഇമാം അത്തുബരി അതൊക്കെ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. തലകുത്തനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് എന്ത് പറയുക, നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വർണ്ണിക്കാൻ പറ്റില്ല ആ രൂപത്തിൽ. ബാക്കി കൂടി പറഞ്ഞുതരാം. മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷേ ചോരയൊക്കെ വാർന്നു പോയിക്കൊണ്ടിരിക്കുക. അതുവഴി 2 സ്ത്രീകളെ നടത്തിക്കൊണ്ടുവരിക. നബിയുടെ ഒരു കിങ്കരനാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലായിടത്തും ചോര തളം കെട്ടി കിടക്കുക. ഈ ചോരപ്പുഴയിലൂടെയാണ് ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ നബിയുടെ അനുയായി നടത്തിക്കൊണ്ടിരുന്നു. അവരുടെ കൂടെ വേറൊരു സ്ത്രീയുമുണ്ട്. അപ്പം നബി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇതുവഴി കൊണ്ടുവന്നത്?
അപ്പുറത്തൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ? ആ സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മരക്കൊമ്പിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തലകീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ആ സ്ത്രീ നടന്നു വന്ന വഴിയിൽ സ്വന്തം ഭർത്താവിൻ്റെ ചോരപ്പുഴയായിരുന്നു കണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോഴെന്നാ എന്താ വിചാരിച്ചത്? ഒന്നും തിരിച്ചു വരത്തില്ല. ആരെന്തു വിതച്ചാലും ശരി, അത് കൊയ്തെടുക്കുക തന്നെ ചെയ്യും. അതിനി ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും മറ്റൊരാളായിരുന്നാലും. ഇത്രയും ഒരു ഫാസിസം ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ യുദ്ധത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ചരിത്രം എപ്പോഴും വിജയിച്ചവരെയാണ് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരിക. നമ്മളെപ്പോഴും ജയിച്ചവരുടെ ചരിത്രമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കാറ്. ജീവിതത്തിൽ തോറ്റവരുടെ ചരിത്രം പഠിക്കണ്ടേ? തോറ്റവർക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവുക. അങ്ങനെ കത്തുന്ന കർബലയുടെ കണ്ണീര് എവിടെയാണ് ഇസ്ലാം എന്നിവർ പറഞ്ഞു തരണം. കാരണം ഇത് ചെയ്തതൊക്കെ മുസ്ലിങ്ങളായിരുന്നു. മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട കുടുംബത്തോട് ഈ രൂപത്തിൽ അതിക്രമം ചെയ്യാൻ നബിയുടെ വലതും ഇടതും ഭാഗത്ത് നിന്ന ആളുകൾക്ക് എങ്ങനെ സാധിച്ചു? കേരളത്തിലെ മുസ്ലിം പുരോഹിതന്മാര് ജനങ്ങളോട് പറയേണ്ടുന്ന ചരിത്രമാണ് ഇതൊക്കെ. കാരണം പറയണം, ഒരുപാട് കെട്ടുകഥകൾ ഇവരെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരും. ഈ മുആവിയയും ടീമും മുഹമ്മദ് നബിയോടും കുടുംബത്തോടും ഇത്രയും വലിയ ക്രൂരത കാണിക്കാനും പിൽക്കാലത്ത് നബിയുടെ ഇടതും വലതും നിന്ന സകലമാന ആളുകളും അമവിയുടെ കൂടെ കൂടാനും എന്തായിരുന്നു കാരണം? ഇവരെ നമുക്ക് പറഞ്ഞു തരേണ്ടതാണ്. എന്താണ് അതിനകത്ത് സംഭവിച്ചത്? പ്രവാചകന്റെ ഏതെങ്കിലും ഒരു അനുയായി മനസമാധാനത്തോടു കൂടി ജീവിച്ചിട്ടുണ്ടോ? അത് കണ്ണീരിന്റെ കഥയാണ് കർബല, സംശയമൊന്നുമില്ല. മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ചരിത്രമാണ് കർബല. ക്രൂരതയുടെ പര്യായമാണ് കർബല, സമ്മതിക്കുന്നു. ഇതില് സുന്നികൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയാൽ പോലും നിന്ന നിപ്പിൽ ഹൃദയം ഉരുകും. ഷിയാക്കളുടെ കിതാബ് വായിച്ചാൽ പറയാനുമില്ല, ഹൃദയ സ്തംഭനം ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. യസീദ് എന്ന് പറയുന്ന അബൂ സുഫിയാന്റെ ചെറുകുട്ടി, മുആവിയയുടെ മകൻ, അലിയുടെ കുടുംബത്തോട് ചെയ്തത്ര ഭയാനകമായ ക്രൂരതകൾ, കൊലപാതകങ്ങൾ, സമാനതകളില്ല ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഉമയ്യ ഭരണകാലഘട്ടത്തിലെ രണ്ടാമത്തെ ഖലീഫയാണ് യസീദ് ഒന്നാമൻ. ഇസ്ലാമിക ചരിത്രത്തിലെ 6ാമത്തെ ഖലീഫയും. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, മുആവിയ, യസീദ്. ഓക്കെ. ഇസ്ലാമിലെ കുടുംബവാഴ്ചയുടെ തുടക്കം തന്നെ അതായിരുന്നു. ഈ യസീദിന്റെ പിതാവായ മുആവിയ തന്റെ കാലശേഷം അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുന്നത് മകനായ യസീദിനെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടിയട്ടോ അധികാരം. മുഹമ്മദിനോട് പോരാടി നിന്ന അവസാന ശ്വാസം വരെയും മുഹമ്മദിന്റെ ഇത്തരം ഭ്രാന്തമായിട്ടുള്ള അടിച്ചമർത്തലുകളോട് യുദ്ധം ചെയ്തു നിന്ന അബൂ സുഫിയാന്റെ മകനായ മുആവിയയുടെ കുട്ടിയാണ് യസീദ്. അതേ രക്തം, അതേ ചോരത്തിളപ്പ്, അതേ പ്രതികാരദാഹം, അതേ അവിശ്വാസം. ഇസ്ലാമിക രാഷ്ട്രം യസീദ് സ്ഥാപിച്ച സമയത്ത്, മുഹമ്മദ് സ്ഥാപിച്ച സമയത്ത് പിടിച്ചു നിൽക്കാൻ മാർഗമില്ല. മക്ക മുഹമ്മദിന്റെ കയ്യിലായി വിജയിച്ചു. ഇനി അവിടെയുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്നുകിൽ ജിസിയ നികുതി കൊടുത്ത് ഇവരുടെ പിന്നാലെ കൂടണം, അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാകണം, അതുമല്ലെങ്കിൽ നാടുവിടണം. ഇതാണ് നിയമം. എന്ത് ചെയ്യും? മുഹമ്മദ് നബിയുടെ മുമ്പിലേക്ക് അബൂ സുഫിയാനെയും മുആവിയയെയും ഹിന്ദിനെയും ഒക്കെ കൊണ്ടുവന്ന് നിർത്തി. അബൂ സുഫിയാനോട്, നിന്റെ ജീവൻ ഞാൻ എടുക്കാൻ പോവുകയാണ്, പടച്ചവനെ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. പ്രവാചകന്റെ അനുചരനായ അബ്ബാസ് ആണ് മുആവിയയോട് ചോദിക്കുന്നത്.
മുഹമ്മദിന്റെ മകളുടെ മകനാണ് ഹുസൈൻ, ചെറുകുട്ടി, മുഹമ്മദ് നബിയുടെ പൗത്രൻ. 4ാം ഖലീഫ അലി, ഈ അലിയുടെ മകൻ, അലിയുടെ ഭാര്യയാണ് മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ. കർബലയിലെ അദ്ദേഹത്തിന്റെ ശിരസ് എടുത്ത് യസീദിന്റെ സൈനികർ കൂഫയിലേക്കും അവിടെ നിന്ന് ഡമസ്കസിലേക്കും കൊണ്ടുപോകുന്നു. മനസ്സിലായോ? മുഹമ്മദ് നബിയുടെ ചെറുകുട്ടിയായ ഹുസൈന്റെ തലയെടുക്കുന്നത് ആരാ? യസീദ. അതും 3ാം തലമുറ, ഇതും 3ാം തലമുറ. മുഹമ്മദ് നബി, അലി, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ, ഫാത്തിമയുടെ ഭർത്താവ് അലി, മുഹമ്മദ് നബി, ഫാത്തിമ, ഫാത്തിമയുടെ മകൻ, അബൂ സുഫിയാൻ, മുആവിയ, യസീദ്. 2ഉം 3ാമത്തെ തലമുറയാണ്. തലയില്ലാത്ത ശരീരം കുതിരകളെ കൊണ്ട് ചവിട്ടി കൂട്ടിച്ചു. ദാഹിച്ചു വലഞ്ഞ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും കൂട്ടർക്കും യൂഫ്രട്ടീസ് നദിയിൽ നിന്നൊരു തുള്ളി വെള്ളമെടുക്കാൻ പോലും യസീദിന്റെ പട്ടാളം അനുവാദം നൽകിയില്ല. വെള്ളമെടുക്കാൻ ചെന്നവരെയൊക്കെ അവരെ വാളിനിരയാക്കി. ഇങ്ങനാണെങ്കിലും സുന്നി പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ഒക്കെ യസീദിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഷിയാക്കളെ ശപിക്കുന്നത് പോലെ യസീദ് ഒരിക്കലും അവർക്ക് നിന്ദ്യനായിട്ടില്ല, നീചനായിട്ടില്ല. ശിരസ്സെടുത്തു മാറ്റിയ ഉടൽ മുന്നിലെത്തിയപ്പോൾ യസീദ് കണ്ണീർ പൊഴിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ആരാ തലയെടുത്തത്? യസീദ് തന്നെ. മുഹമ്മദ് നബിയുടെ പൗത്രന്റെ ഉടലു മാത്രം എത്തിയപ്പോൾ കരയുന്നു. എന്തിന്? അതുകൊണ്ടാണ് യസീദ് മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നത്, മുആവിയ പ്രിയപ്പെട്ടവനായി മാറുന്നത്, അബൂ സുഫിയാൻ പ്രിയരിൽ പ്രിയപ്പെട്ടവനായി മാറുന്നത്. അലി ഫാത്തിമ ദമ്പതികളുടെ മക്കളായ ഹസൈൻ ഹുസൈൻമാരുടെ കൊലപാതക വർത്തമാനങ്ങൾ പറയുന്നതിൽ മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് കഥാപ്രസംഗം പോലും പാടില്ല എന്ന് പറഞ്ഞത്. ഇമാം ഗസാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിലക്കിയത് വേണ്ട. യസീദിന്റെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാ പറയാ. അള്ളാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന് മേൽ വർഷിക്കട്ടെ എന്ന്. നബിയുടെ ചെറുകുട്ടിയുടെ തലയെടുത്തു. അതൊക്കെ 2ാമത്തെ കാലത്ത്. ഈ സുന്നികളൊക്കെ കേരളത്തില് നിലയുറപ്പിക്കുന്നതിന് മുമ്പ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. കാരണം അത് കേൾക്കാൻ പോലും ഇവർക്ക് ഇഷ്ടമില്ല. നബിയുടെ ചെറുകുട്ടിയുടെ തലയൊക്കെ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് വന്ന ആളുകളും സംഘടനകളും ഒക്കെ ഇതേ ആശയം തന്നെയാണ് തീർത്തത്. പിന്നീട് നമ്മൾ കഥാപ്രസംഗത്തിനൊക്കെ വിലക്കുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ കഥാപ്രസംഗത്തിലൂടെയൊക്കെ ഈ കഥകൾ മുസ്ലിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നത് ശരിയാണ്. ഇതാണ് ശരിക്കു പറഞ്ഞാൽ കർബല. പ്രവാചകന്റെ പൗത്രൻ ഈ കഥകളിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. പണ്ഡിതന്മാര് പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത ആ കർബല. ആരോടെങ്കിലും ചോദിച്ചു നോക്കിയ കർബലയെ കുറിച്ച്. ചരിത്രത്തിൽ നിന്നുള്ള വികാര തീവ്രമായ രംഗങ്ങൾ, കരള് പിളർന്നു പോകുന്ന നൊമ്പരം പകർന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് കർബലയ്ക്ക്. പ്രത്യേകിച്ച് പ്രവാചകന്റെ പ്രിയ പൗത്രൻ കൊല ചെയ്യപ്പെടുക കൂടി ചെയ്തതല്ലേ. അപ്പൊ പിന്നെ അവർക്കത് പറയാൻ പറ്റുമോ? ഇതാണ് കർബല. അപ്പൊ പ്രവാചകന്റെ ചെറുകുട്ടിയെ ഈ രൂപത്തിൽ കൊല്ലാൻ എന്താണ് കാരണം? കഥയിൽ ചോദ്യമില്ല, നമുക്കറിയാം. എന്നാലും മുസ്ലിങ്ങളൊന്ന് പറഞ്ഞു തരണം. പ്രവാചകന്റെ പരമ്പരയായ ഫാത്തിമ, നമ്മുടെ നാട്ടിൽ സാധാരണ പരമ്പര എന്നൊക്കെ പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഉണ്ടാക്കുന്ന കുട്ടിയാ. ഇത് ഫാത്തിമയിൽ അലിക്കുണ്ടായ കുട്ടിയാണ് ഈ ഹസനും ഹുസൈനും. എന്നിട്ടും അവരുടെ കുറെ തലമുറകൾ കഴിഞ്ഞു വന്ന ആളുകളാണ് അത്ര ഇന്നത്തെ തങ്ങന്മാരാരാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോ അലി എന്താണോ വിതച്ചത്, മുഹമ്മദ് എന്താണോ വിതച്ചത്, അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് കുടുംബമാണ്. അതുപോലെ നമ്മൾ എന്ത് മോശം വിതച്ചാലും നമ്മുടെ മക്കളായിരിക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക. നന്ദി. ചെകുത്താൻ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ല. എനിക്ക് നല്ല തിരക്ക്, യാത്ര, ഒന്നും പറയണ്ട.
ഫ്രീ തിങ്കർ അങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ. ജുമാ കുത്തുബകളിലാണ് പറയുന്നത്. എക്സ് മുസ്ലിങ്ങൾ പേരെടുത്ത് പറയുന്നുണ്ട് ചിലരുടെ കേട്ടോ. അതിനകത്ത് 1-ാം സ്ഥാനം ഞാനാണ്. ഞങ്ങളുടെ വീഡിയോസ് ഒന്നും കാണരുത് എന്നാണ് പറയാറ്. കാരണം കണ്ടാൽ അവർക്ക് പേടിയാ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലോ. വീണ്ടും കാണാം. നന്ദി. ചെകുത്താൻ ബൈ. പിന്നെ കാണാം കേട്ടോ. 9 മണിക്ക് നമുക്ക് പറ്റുമെങ്കിൽ കാണാം. ദിലീപ് രവി ഹായ്. അതെ, കുറച്ച് സമയമെടുക്കും. ചെറിയാൻ ജോൺ, പെട്ടെന്നൊന്നും നമ്മൾ പറയുന്ന ചരിത്രങ്ങൾ സത്യങ്ങൾ അവർക്ക് മനസ്സിലാകത്തില്ല. അതെ, ഇസ്ലാമിൻ്റെ തരീടകളെ പൊളിക്കണ്ടേ. നിഷാദ് സൈനുല്ലാബിദ് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫ്രീ തിങ്കർ അലക്കണ്ട. സീനുദ്ദീൻ പോയിക്കോട്ടെ, പാവം. നമ്മുടെ ലൈവിൽ വരാൻ തന്നെ ഒരു സന്മനസ് കാണിച്ചില്ല. കാരണം ഉസ്താദുമാരൊക്കെ നിരന്തരം വരരുത്, ലൈവ് കാണരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആളോടി വന്നില്ലേ. അലക്കണ്ട. ശരി, അപ്പോൾ പിന്നെ കാണാം. ചരിത്രങ്ങളെയൊക്കെ മറന്നേക്ക് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എല്ലാ യുദ്ധങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലൻ സംഘടന ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പ്രയാസം. നമുക്ക് ശ്രമിക്കാം. ബൈ കേട്ടോ.